MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944-77-81-611. Embark your journey with MESC. കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവതിയടക്കം 3 പേർ പിടി. കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര നവി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവന്യൂ പ്ലേസ്മെന്റ് ആൻഡ് മറൈൻ സർവീസ് ഉടമ അമോൾ സുരേഷ് ബോർ 30, HR മാനേജർ മഹാകാമിൽ ഷെയ്ഖ് 27, ഗണേഷ് നരസയ്യ 27 എന്നിവരെയാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയൽ, SI ജിമ്മി ജോർജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എഡ്വിൻ റോസ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മട്ടാഞ്ചേരി നസ്രത്ത് കല്ലുകുളം ജംഗ്ഷനിൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ ഷോൺ സേവ്യറുടെ പരാതിയിലാണ് നടപടി. ഷോൺ സേവ്യർ പഠിച്ച സ്ഥാപനത്തിൽ നിന്നും പേരും വിലാസവും ഫോൺ നമ്പറും സംഘടിപ്പിച്ച് 2023 ഡിസംബർ മുതൽ പല തവണകളായി 4,10,000 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. വാഗ്ദാനം ചെയ്ത ജോലിയോ പണമോ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പിന് ഇരയായതായി മനസ്സിലാക്കിയത്. തുടർന്ന് ഷോൺ സേവ്യർ കോടതിയെ സമീപിക്കുകയും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിസംബറിലാണ് 2021 ഡിസംബറിലാണ് ഞങ്ങൾ ഈ ഫേമായിട്ട് കോൺടാക്റ്റ് ആവുന്നത്. ഞങ്ങൾ വിളിച്ചതല്ല, ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് എൻ്റെ മോൻ്റെ നമ്പറിലേക്ക് ഇവരുടെ കോൾ വന്നതാണ്. അങ്ങനെ ഇവരെ അവിടെ പോയിട്ട് ഞങ്ങൾ 3 ദിവസം നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2,05,000 രൂപ ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് 1 മാസം ആവുന്നതിന് മുൻപ് 1 മാസം ആയപ്പോൾ ഇവർ ഞങ്ങൾക്ക് ടിക്കറ്റും വിസ അയച്ചു തന്ന് ബാലൻസ് പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങി. അതിൽ പോകാൻ പറ്റിയില്ല. അവർ അപ്പോൾ തന്നെ നമുക്ക് അതൊരു ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അവർ ആ ഷിപ്പിൽ പോകാൻ പറ്റില്ല, മറ്റൊരു ഷിപ്പിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ 1 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും മോനും കൂടി തിരിച്ച് മുംബൈയിൽ പോയി 10 ദിവസം നിന്ന്. 10 ദിവസം നിന്നിട്ട് ഒന്നും നടപടിയായില്ല. അപ്പോഴും ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മെൻ്റലി ഫിസിക്കലി എല്ലാം എനിക്ക് പ്രോബ്ലമായി. എൻ്റെ ഇതെല്ലാം മാറി. എൻ്റെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന കണ്ടീഷൻ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയായിട്ട് അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അപ്പനായിട്ട് തിരിച്ചു പോയിക്കുന്നു. എൻ്റെ മോനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞ് ട്രെയിനിൽ പോകണ്ട, ഫ്ലൈറ്റ് തന്നെ എടുത്ത് പോയിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞാൻ കുറേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ മെൻ്റൽ പ്രോബ്ലം വന്നിട്ട് എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്കുണ്ടായിരുന്ന ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് നീങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.